മനോഹരമായ ഈ പരിപാടിയിലെ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ വികാരി ജനറൽ റവറൻഡ് ഫാദർ സെബാസ്റ്റ്യൻ പാലാക്കുഴി അച്ഛനാണ്. അച്ഛനെ വളരെ സ്നേഹത്തോടുകൂടി നമ്മോട് 2 വാക്ക് സംസാരിക്കാനായി ഞാൻ ക്ഷണിക്കുന്നു. കാഞ്ഞിരക്കൊല്ലി ഖാദർ ഖാജി മെമ്മോറിയൽ UP സ്കൂൾ സുവർണ ജൂബിലി വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് നമ്മെ അനുഗ്രഹിച്ച തലശ്ശേരി അതിരൂപതയുടെ മുൻ അധ്യക്ഷൻ, ഏവർക്കും പ്രിയങ്കരനായ അഭിമന്യമാർ ജോർജ് വലിയമറ്റം പിതാവേ, ഈ സമ്മേളനത്തിന് അധ്യക്ഷ പദവി അലങ്കരിച്ച് നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സിന്ധു ബെന്നി, മുൻ മാനേജ്മെന്റ് പ്രതിനിധിയായി നമുക്ക് അഭിഷേകമായി നിലകൊള്ളുന്ന ശ്രീ കെ ഹുസൈൻ ഖാജി അവറുകൾ, നമ്മളുടെ സ്കൂളിന്റെ മാനേജർ പ്രിയങ്കരനായ അനിൽ മങ്ങാട്ടച്ച, സ്കൂൾ ഹെഡ് മാസ്റ്റർ പ്രിയങ്കരനായ ഗോപി ചെറിയാൻ സാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ജോർജ് തോലാനി സാർ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന പ്രിയപ്പെട്ട വിശിഷ്ട സാന്നിധ്യങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നമ്മുടെ ഈ സ്കൂൾ സുവർണ ജൂബിലി നിറവിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ജൂബിലിയുടെ നിറമാർന്ന മംഗളങ്ങൾ ഏറ്റവും ആദരവോടുകൂടെ ഞാനും ആശംസിക്കുന്നു. നമുക്ക് നന്നായി കൈയടിച്ച് പരസ്പരം ജൂബിലി മംഗളങ്ങൾ കൈമാറിയാലോ? പൈതലേ ഭൂമിയുടെ ഗർഭാശയത്തിൽ നീ പുതിയൊരു പുംബീജമായി വീഴും, അടിമണ്ണിലൂടെ നിറവയിലൂടെ മരമായി മനുഷ്യനായി, പെയ്യുന്ന മഴയായി ഒഴുകുന്ന നദിയായി, നന്മതൻ സ്ഫുരണമായി പൂർണ്ണത നേടും. വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ നന്മയുടെ സ്ഫുരണമായി, നല്ല മനുഷ്യനായി, നല്ല പൗരനായി രൂപപ്പെടുക എന്നുള്ളതാണ്. ഇന്ത്യയിലെ ജനകോടികളുടെ മനസ്സിൽ പുതു സ്വപ്നം വിതറിക്കൊണ്ട് കടന്നുപോയ മുൻ രാഷ്ട്രപതി ആദരണീയനായ ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞു, സ്കൂൾ അറിവ് പകരുന്ന സ്ഥലം മാത്രമല്ല, മനുഷ്യ മനസ്സുകളെ രൂപപ്പെടുത്തുന്ന വേദിയാണ് എന്ന്. കഴിഞ്ഞ 50 വർഷക്കാലം ഈ ദേശത്തിന് അനുഗ്രഹവും അഭിമാനവും അഭിഷേകമായി നിലകൊണ്ട നമ്മളുടെ ഖാദർ ഖാജി മെമ്മോറിയൽ UP സ്കൂൾ അക്ഷരാർത്ഥത്തിൽ നന്മയുടെ വെളിച്ചം വീശുകയായിരുന്നു. അനേകായിരങ്ങൾക്ക് നന്മയുടെ വെളിച്ചം വീശിയപ്പോൾ ഈ കാഞ്ഞിരക്കൊല്ലി ദേശം സാംസ്കാരിക സമ്പന്നതയുടെ നിറവുള്ള ഒരു ദേശമായി മാറി, വിദ്യാസമ്പന്നരുള്ള ഒരു നാടായി മാറി, സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മത രംഗങ്ങളിലൊക്കെയും വിശ്വമാനവികതയുടെ വിശ്വ സാഹോദര്യത്തിന്റെ വക്താക്കളായി മാറി. കാരണം ഈ ഖാദർ ഖാജി മെമ്മോറിയൽ UP സ്കൂളാണ്. ഇന്നത് ജൂബിലിയുടെ സുവർണ ചുടർവിലായിരിക്കുമ്പോൾ ഇതിന്റെ പിന്നിലും മുന്നത്തെത്തുവാൻ എല്ലാവരെയും, വിശിഷ്യ കഴിഞ്ഞ 50 വർഷക്കാലം ഇതിന്റെ മാനേജ്മെന്റ് രംഗത്ത് പ്രവർത്തിച്ചവര്, പ്രധാന അധ്യാപകരും അനധ്യാപകരുമായി പ്രവർത്തിച്ചവര്, ഇവിടുത്തെ മുൻ പൂർവ്വ വിദ്യാർത്ഥികള് എല്ലാവരെയും അഭിമാനത്തോടുകൂടെ ഈ നിമിഷം അനുസ്മരിക്കുന്നു. വിശിഷ്യ ഇപ്പോൾ നമ്മുടെ സ്കൂൾ മാനേജറായിരിക്കുന്ന പ്രിയങ്കരനായ അനിലച്ചൻ തൊട്ടതെല്ലാം ശ്രേഷ്ഠമാക്കുന്ന ഒരു മഹനീയ വ്യക്തിത്വം. നമ്മുടെ സ്കൂൾ ഹെഡ് മാസ്റ്റർ പ്രിയങ്കരനായ ഗോപി സാർ, അദ്ദേഹം വലിയ ദീർഘവീക്ഷണത്തോടുകൂടെ കരുതലോടുകൂടെ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തി, രക്ഷാകർത്താക്കളെയും സഹാധ്യാപകരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ സ്കൂളിനെ അതിന് യഥാർത്ഥമായ ലക്ഷ്യത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രഗത്ഭനായ ബോബി സാർ, 11 അധ്യാപകർ, ഒരു സ്റ്റാഫ്, 80ഓളം വരുന്ന കുഞ്ഞുങ്ങൾ, അവർക്കെല്ലാം സംരക്ഷണ കവചമാനുള്ള ഈ നാട്ടിലെ നാനാജാതി മതസ്ഥർ മാതാപിതാക്കൾ എല്ലാവരെയും
അഭിമന്യമാർ ജോസഫ് പാമ്പ്ലാനി പിതാവിന്റെ പേരിൽ പ്രിയങ്കരനായ കോർപ്പറേറ്റ് മാനേജർ ഡോക്ടർ സോണി വടശ്ശേരി അച്ഛന്റെ പേരിൽ ഇവർക്ക് എല്ലാവരുടെയും പേരിൽ ഞാൻ അഭിനന്ദിക്കുന്നു. ജൂബിലിയുടെ മംഗളങ്ങൾ നേരുന്നു. ആത്മാർത്ഥതയോടുകൂടെ നന്ദി പറയുന്നു. നമുക്കൊരിക്കൽ കൂടി കൈയടിച്ച് ഇവരെല്ലാം ഒന്ന് അഭിനന്ദിക്കാം. പ്രിയമുള്ളവരെ, ഏറെ സന്തോഷം. അധ്യക്ഷ പ്രസംഗത്തിലും ഉദ്ഘാടനം സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ ഈ സ്കൂൾ ഒരു മതേതരത്തിന്റെ പ്രതീകമായി, വിശ്വസാഹോദര്യത്തിന്റെ സൗഹൃദ പ്രതീകമായി, വിശ്വമാനവികതയുടെ പ്രതീകമായി നിലകൊള്ളുകയാണ്. മുൻ മാനേജ്മെന്റ് പ്രതിനിധിയായി പ്രിയങ്കരനായ ബഹുമാന്യൻ ശ്രീ കെ ഹുസൈൻ ഹാജിയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ഏറെ അഭിമാനം നൽകുകയാണ്. ഏറെ സന്തോഷമുണ്ട്. 1976 മുസ്ലിം മാനേജ്മെന്റിൽ ആരംഭിച്ച ഈ സ്കൂൾ 10 വർഷം കഴിഞ്ഞപ്പോൾ ക്രൈസ്തവ മാനേജ്മെന്റിനെ ഫലമേൽപ്പിക്കപ്പെട്ടെങ്കിലും ഇന്നും ഇത് ഹൈന്ദവ ഇസ്ലാം ക്രൈസ്തവ സാഹോദര്യത്തിന്റെ പ്രതീകമായി നിലകൊള്ളുകയും അഭിമാനത്തോടുകൂടെ അതിന്റെ മുൻ മാനേജ്മെന്റ് പ്രതിനിധിയായി ഹുസൈൻ ഹാജി അവറുകൾ ഇവിടെ എത്തിച്ചേരുകയും ചെയ്തത് ഞങ്ങൾക്ക് ഏറെ സന്തോഷവും ഈ ജൂബിലിയുടെ ഏറ്റവും നിറമാർന്ന നിമിഷവുമായി മാറുകയാണ്. പ്രിയപ്പെട്ട ഹുസൈൻ ഹാജി സാറിനെയും മുൻ എല്ലാ മാനേജ്മെന്റ് അംഗങ്ങളെയും പ്രതിനിധികളെയും സ്ഥാപക മാനേജർ ഡോക്ടറെയും ഞങ്ങൾ അഭിമാനത്തോടെ ഓർത്തുകൊണ്ട് നമുക്കൊന്നും ഇവരെയും കൈയടിച്ച് ഒരിക്കൽ കൂടി ആദരവോടുകൂടെ നിങ്ങളുടെ മുൻപിൽ ഞങ്ങൾ നിലകൊള്ളുന്നു. പ്രിയമുള്ളവരെ, ജൂബിലി നിറവിലായിരിക്കുമ്പോൾ 3 കൊച്ചു കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ മനസ്സിൽ സൂക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു ഞാൻ. ഒന്നാമതായി, ജൂബിലി ലുക്ക് ബാക്ക് ആൻഡ് താങ്ക് ഗോഡ്. അപ്പൊ ഇന്ന് പിതാവ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ, ദൈവത്തിന്റെ അഖൈതവുമായ ദാനങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുവാൻ, ഈ കലാക്ഷേത്രത്തെ സർവ്വ മനുഷ്യ മനസ്സുകൾക്കും സാഹോദര്യത്തിന്റെ പ്രതീകമായി ഉയർത്തിക്കാണിച്ചുകൊണ്ട് ഈ നാടിനെ സാംസ്കാരിക സമ്പന്നമാക്കി രൂപപ്പെടുത്തിയ എല്ലാവരുടെയും മുൻപിൽ ആദരവോടുകൂടെ നിലകൊള്ളുവാൻ ലുക്ക് ബാക്ക് ആൻഡ് താങ്ക് ഗോഡ് നമ്മളുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഏറ്റവും ലളിതവും ആഴമേറിയതുമായ ചിന്തയായി മാറട്ടെ. രണ്ടാമതായി, ലുക്ക് ഫോർവേഡ് ആൻഡ് ട്രസ്റ്റ് ഗോഡ്. പ്രതീക്ഷയോടുകൂടെ മുന്നോട്ട് നോക്കിക്കൊണ്ട് ദൈവാശ്രയ ബോധത്തോടുകൂടെ നമ്മളുടെ ഈ കലാക്ഷേത്രത്തെ വീണ്ടും ഈ നാടിന്റെ ഈ രാജ്യത്തിന്റെ ശോഭനമായ ഭാവിക്ക് വേണ്ടി രൂപപ്പെടുത്തുവാൻ സന്നദ്ധമാവുക എന്നുള്ളതാണ്. അനുകൂലവും പ്രതികൂലവുമായ നിരവധി സാഹചര്യങ്ങളുടെ മുൻപില് എല്ലാത്തിനെയും അതിജീവിച്ച് പ്രത്യാശയോടുകൂടെ മുന്നേറുക. എന്റെ മനസ്സിൽ ഒരു സംഭവ കഥയുണ്ട്. മാസ്റ്റർ എന്ന സിനിമ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാകാം. ആ സിനിമയുടെ ഓഡിയോ ലോഞ്ചിങ്ങിന്റെ സമയത്ത് യുവജനങ്ങളെല്ലാം ഹരമായ വിജയ് പറയുന്ന ഒരു സംഭവ കഥയാണത്. വിജയ് പറഞ്ഞു, ഒരു പുഴ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. പുഴ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ കുറെ പേര് പുഷ്പങ്ങൾ നൽകി ആ പുഴയെ സ്വാഗതം ചെയ്യുന്നുണ്ട്. ആ പുഴ പുഷ്പം സ്വീകരിക്കുന്നുണ്ടെങ്കിലും അതിനധിക പ്രാധാന്യം കൊടുക്കാതെ പുഴ വീണ്ടും തന്റെ ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കുറെ കഴിഞ്ഞപ്പോൾ കുറെ പേര് ആരതി ദീപം കൊണ്ടുവന്ന് ഈ പുഴയെ സ്വാഗതം ചെയ്യുന്നുണ്ട്. ആ പുഴ ആ ആരതിയും സ്വീകരിച്ചുവെങ്കിലും അതിനും അധികം പ്രാധാന്യം കൊടുക്കാതെ പുഴ വീണ്ടും ശാന്തമായി തന്റെ ലക്ഷ്യത്തിലേക്ക് ഒഴുകിക്കൊണ്ടേയിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ കുറെ പേര് കല്ല് കൊണ്ടുവന്ന് ആ പുഴയിലേക്ക് എറിയുന്നുണ്ട്. ഈ കല്ലേറും ആ പുഴ സ്വീകരിച്ചെങ്കിലും അതിനും അധികം പ്രാധാന്യം കൊടുക്കാതെ പുഴ വീണ്ടും ലക്ഷ്യത്തിലേക്ക് ശാന്തമായി ഒഴുകിക്കൊണ്ടിരുന്നു. ആത്യന്തിക ലക്ഷ്യമായ മഹാസമുദ്രത്തിലെത്തി കഴിഞ്ഞപ്പോൾ മാത്രമാണ് പുഴ ശാന്തമായത്. അനുകൂലവും പ്രതികൂലവുമായ എല്ലാ തരംഗങ്ങളെയും അതിജീവിച്ചുകൊണ്ട് കൊടുക്കേണ്ടതിന് മാത്രം കൊടുക്കേണ്ട പ്രാധാന്യം കൊടുത്തുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് പുഴ നീങ്ങിയതുപോലെ ഈ കലാക്ഷേത്രം തുടർന്നും അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങളുടെ നടുവില് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് യഥാർത്ഥമായ മാനവ സ്നേഹത്തിന്റെ വിശ്വസാഹോദര്യത്തിന്റെ വക്താക്കളായിക്കൊണ്ട് ഉത്തമരായ പൗരന്മാരെ രൂപപ്പെടുത്തുന്ന വലിയ ലക്ഷ്യത്തോടുകൂടെ മുന്നോട്ട് കുതിക്കുവാൻ ലുക്ക് ഫോർവേഡ് ആൻഡ് ട്രസ്റ്റ് ഗോഡ്. മൂന്നാമതായും അവസാനമായും ലുക്ക് വിതിൻ ആൻഡ് ഫൈൻഡ് ഗോഡ്. ഉള്ളിന്റെ ഉള്ളറകളിലേക്ക് നോക്കി അവിടെ വസിക്കുന്ന ഈശ്വര സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവീകതയുടെ സ്ഫുരണമായി കണികയായി
ഉത്തമ പൗരന്മാരായി രൂപപ്പെടുവാൻ ഈ കലാക്ഷേത്രത്തിന് സാധ്യമാകട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹവും ആശംസയും പ്രാർത്ഥനയും. മാൻ ദ അൺനോൺ എന്നൊരു ഗ്രന്ഥമുണ്ട്. ഡോക്ടർ അലക്സിസ് കാരൽ എഴുതിയ പുസ്തകമാണ്. നോബൽ സമ്മാനം ലഭിച്ച പുസ്തകമാണ് മാൻ ദ അൺനോൺ. അത് അദ്ദേഹം പറയുക, മനുഷ്യ മനസ്സിനെ വിദ്യാഭ്യാസത്തിലൂടെ കരിക്കട്ടയെ തീക്കട്ടയാകുവാനുള്ള ശക്തി ഓരോ വ്യക്തിയിലും അന്തർലീനമാണ്. ഓരോ വ്യക്തിയിലുമുള്ള കരിക്കട്ടയെ തീക്കട്ടിയായി മാറ്റത്തക്ക വിധം അവന്റെ സിദ്ധികൾ കുഞ്ഞുനാൾ മുതൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോരുത്തരുടെയും സിദ്ധിക്കനുസരിച്ച് അവനെ വളർത്തി സമൂഹത്തിന്, രാജ്യത്തിന് ഉത്തമ പൗരന്മാരായി രൂപപ്പെടത്തക്ക വിധം രൂപീകരിക്കുകയാണ് വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന്. ലുക്ക് വിതിൻ ആൻഡ് ഫൈൻഡ് ഗോഡ്. നമ്മുടെ ഉള്ളിലുള്ള നിരവധിയായ ദൈവിക സിദ്ധികളെ പ്രോജ്വലമാക്കിക്കൊണ്ട് നമ്മുടെ ശിഷ്ട ഈ സ്കൂളിന്റെ ദൗത്യം നിർവഹിക്കുവാൻ നമുക്ക് കൂട്ടായ്മയിൽ ഒന്നുചേരാം. അതിനുള്ള കൃപ എല്ലാ വിജ്ഞാനത്തിന്റെയും ഉറവിടമായ ഈശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും സുവർണ ചൂവൽ നിറവിൽ നിന്നും പ്ലാറ്റിനം ചൂവൽ നിറവിലേക്കുള്ള ജൈത്രയാത്ര ഇതിനേക്കാൾ വിജയാഘോഷത്തോടുകൂടെ മുന്നേറുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു സായാഹ്നം, വാർഷിക ആഘോഷം, ജൂബിലി ആഘോഷം നിറവ് നേർന്നുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി.